എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴോട്ട് വീണു പോയാൽ പോയ ആൾ പോയി കൂടെ വന്നയാൾ തിരിച്ചു വെക്കുള്ളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് അവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റാണ്. 120 രൂപ എടുത്ത് നമ്മൾ 3 പേരാണ്. പിന്നെ ഡാമുണ്ട്, ഒരു വരക്കുഴി വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. അന്നേരം വഴി രണ്ടാവും. അന്നേരം നിങ്ങൾ ഇടത്തേക്ക് തിരിയാട്ടോ. പക്ഷേ ഇത് നമ്മുടെ കാലിക്കറ്റ് തന്നെ ഇത്രയും നല്ല മനോഹരമായ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മളിതൊക്കെ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. പ്രകൃതിയാണ് മെയിനായിട്ട്. പിന്നെ ഡാമുണ്ട്, ഒരു വരക്കുഴി വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട്, അതൊക്കെ ആവശ്യമുണ്ട് യൂസ് ചെയ്യാം. ബോട്ടിങ്ങിനൊക്കെ എത്ര പൈസ? 900, 5 പേർക്ക്. ഫോൺ നമ്പർ പറയാമോ? 9633 019. 5 മണി തേച്ച ടൈമിങ് ഇത് കയ്യിലുണ്ടാവും. വണ്ടി നിർത്തി മുന്നോട്ട് നടക്കുന്നത് അത് ചോദിക്കൂല്ലേ? പിന്നെ വണ്ടി നിർത്തുന്നവർക്ക് ഒരു പാസുണ്ട്, പാർക്കിംഗ് ഉണ്ട്, ഒരു എൻട്രി 20 രൂപ. ആണോ? കയറി കുറെ നടക്കാനുണ്ടോ? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അവർക്ക് പൈസ അടിച്ചാലേ അവർ കൊണ്ടുവിട്ട് കൊണ്ടുപോകും. അങ്ങനെ വേണം കൊണ്ടുപോകും. തേന് നമ്മൾ തിരിച്ചു വരുമ്പോൾ നോക്കാം. കക്കയം ഡാമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അതേപോലെ ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പോയി കാണാം. ഇവിടെ 40 രൂപ ഇവിടെ അടിച്ചിട്ട് നമ്മളവിടെ മേലേക്ക് പോകണം. മേലെ പോയിട്ട് പിന്നെ 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് അവിടെ കാഴ്ചകളെല്ലാം കാണാം. പോകുന്ന വഴിയിൽ തന്നെ നല്ല അടിപൊളി കാഴ്ചകളുള്ള റൂട്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കക്കയത്തേക്കാണ് വന്നത്. കക്കയം ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത കരിയാത്തമ്പാറ അല്ലെങ്കിൽ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു 15 കിലോമീറ്റർ മേലോട്ട് കയറുന്ന സ്ഥലമാണ് കക്കയം. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മളിപ്പോൾ 3 പേരുണ്ട്. 3 പേര് 120 രൂപ കൊടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്പോട്ടാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഫൈറോസ് എന്നാണ് ആളുടെ പേര്. ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ഫൈറോസ് ആലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാകും. ഒന്ന് മാസം അപ്പൊ ഇതാണ് ആള് കേട്ടോ. നമ്മുടെ ഗ്ലാമർ എങ്ങനല്ലേ. അപ്പൊ നമ്മളിതാ ഇന്ന് ആളുടെ കാറാണിത്. കിയ സെൽറ്റോസ് ആണ്. ഇത് ഓടിക്കാനൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് ഏരിയാസ് ഒക്കെ നല്ല കൺജസ്റ്റഡ് ആണ്. ഇവിടെ കുറച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ. പക്ഷെ നമുക്ക് എല്ലാം പാർക്ക് ചെയ്ത് കാണാനും കഴിയില്ല. നല്ല കൺജസ്റ്റഡ് ആണ് റോഡ്. കുറച്ച് ഭാഗങ്ങൾ. അപ്പം റോഡ് കൺജസ്റ്റഡ് ആണെങ്കിലും വരാൻ പറ്റും. പക്ഷെ അധികം വണ്ടികളില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ട്രാഫിക് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് വരാനും പറ്റുന്നുണ്ട്. പിന്നെ വ്യൂ ഉള്ള നല്ല ഏരിയകളുണ്ട്. അവിടെ കുഴപ്പമില്ലാത്ത പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്കിംഗ് എന്നല്ല, നമുക്ക് വെഹിക്കിൾ ഒന്ന് ഒതുക്കിയിട്ടിട്ട് വ്യൂ ഒക്കെ ഒന്ന് കാണാൻ പറ്റുക. പിന്നെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പൊ വരുമ്പോൾ തെർമൽ സ്കാനിങ്ങും ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? എല്ലാം അടിപൊളിയാണ്. അങ്ങനെ അടുത്ത് വരുന്തോറും നല്ല അടിപൊളിയായിട്ട് തോന്നുന്നത്. നല്ല അവിടെ മുകളിൽ ഇപ്പൊ എന്താ ഉള്ളത് എന്നുള്ളതിന്റെ വല്ല ഐഡിയ ഉണ്ടോ? നല്ല ഐഡിയ ഇല്ല. നമ്മളെ ചേച്ചിമാര് പറഞ്ഞതിന്റെ ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. നമ്മളിതാ കക്കയം ഡാമിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. എൻട്രൻസ് ഗേറ്റ് കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടേ വരുന്നത്. ഷാക്കിറോ? ഞാനും ഫസ്റ്റ് ടൈം. കഴിഞ്ഞ വീക്കിലാണ് ഇതിനെ പറ്റി കേൾക്കുന്നത് തന്നെ. ഞാൻ പോയി നോക്കിട്ട് വരാം. ടിക്കറ്റ് കാണിക്കണ്ടേ? നമ്മൾ താഴ്ന്ന് എടുത്തിട്ടുള്ള ടിക്കറ്റ് ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ കാണിച്ചിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. എന്താ ചോദിക്കുന്നത്?
എന്താ അവര് ചോദിച്ചേ? ഇത് KSEB-ന്റെ പൈസ ഇവിടെ അടിക്കണം. എത്ര? അത് 30 റുപ്യ ഒരാൾക്ക്, അങ്ങനെ 90 റുപ്യ. ഒരു ടിക്കറ്റ് ഉണ്ട് ഇവിടെ. ഇവരെ KSEB-ന്റെ ആണല്ലോ അത്. അപ്പൊ അവിടെ നിന്ന് നമുക്കുള്ളത് പാർക്കിങ്ങിന്റെ 30 രൂപയും പിന്നെ ഓരോരുത്തർക്ക് 20 റുപ്യയും കൊണ്ട് കയറാൻ. അപ്പൊ ടോട്ടൽ 90 റുപ്യ. ഒരാൾക്ക് ഇതിനുള്ളിലോട്ട് എത്താൻ 50 രൂപ, താഴെയുള്ള 30 ഇവിടെ നിന്നുള്ള 20 കൂടി കൂട്ടിട്ട് 50 രൂപ. ഇവിടെ ചിൽഡ്രൻസിന്റെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മളിത് അവിടെ കക്കയം ഡാമിന്റെ ആ ഉള്ളിൽ ആ ടൂറിസം പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങൾ, പിന്നെ KSEB-ന്റെ ഒരു ജീപ്പ് ഉണ്ട്. അപ്പൊ ജീപ്പ് സർവീസ് ഉണ്ട്. ഇത് മൊത്തം അവർ ചുറ്റി കാണിക്കും. 200 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബോട്ട് സർവീസ് ആണ്, നമ്മുടെ ഡാമിലേക്കുള്ള ബോട്ട് സർവീസ് ആണ്. അപ്പൊ 5 പേർക്ക് 900 രൂപയ്ക്ക് സ്പീഡ് ബോട്ടിൽ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ബോട്ടിങ്ങിന്റെ ഒരു ഏരിയയിലാണിത്. ഇവിടെ കണ്ട 2-3 ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. സ്പീഡ് ബോട്ട് ടൈപ്പ് ആണ് ഇത്. 5 പേർക്ക് 900 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ടീം അവര് ബോട്ടിൽ കയറി പോവാൻ പോവാണ്. KSEB-ന്റെ പേരൊക്കെ അടിപൊളിയുണ്ട് അല്ലേ? നല്ല പോക്കുണ്ട്. വാ ഒന്ന് പോയി വെക്കോ. നല്ല സ്പീഡ് ഉണ്ടല്ലോ ബോട്ടിന്. സ്പീഡ് ബോട്ട് ആകുമ്പോ പിന്നെ സ്പീഡില്ലാതിരിക്കില്ലല്ലോ. ചായയും പൊറോട്ടയൊക്കെ ഉണ്ട്. ചായ ഉണ്ട്, പഴംപൊരി ഉണ്ട്, പൊറോട്ട. ഉച്ചക്ക് എന്തായാലും ചെയ്യാം. ബിരിയാണിക്ക് എത്ര? ബിരിയാണി ചിക്കൻ 130, ബീഫ് 120. ഓക്കെ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഗീ റൈസ്. എത്ര മണി വരെ അങ്ങനെ ടൈമിങ്? ടൈമിംഗ് അങ്ങനെയില്ല, ഞങ്ങൾക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി റെഡിയിൽ വെക്കും. അല്ലാണ്ട് നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരും. വരുന്ന പാടെ ഓർഡർ തന്നു വരുവാണെങ്കിൽ അവിടെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. ഇവിടെ ഐസ്ക്രീം. ഓക്കെ, ഇവിടെ ഐസ്ക്രീം കിട്ടുന്നതാ. വേറൊരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ താഴ്ന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണിത്. ഇവിടെ ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. വാങ്ങുന്നില്ല. ഒരു ബ്ലാക്ക് കോഫി അല്ലേ? ഒരു ബ്ലാക്ക് കോഫി, ഒരു ബ്ലാക്ക് ടീ, ഒരു ചായ. ഈ 2 ചായ പറഞ്ഞ പിന്നെന്താ? ഞാനൊരു ബ്ലാക്ക് ടീ പറഞ്ഞത്, അവനൊരു ബ്ലാക്ക് കോഫി. ഈ അതിന്റെ ഇടയിൽ പോകുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ 2 ചായ പറയും നൈസായിട്ട്. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു ഒരു ചായ വേണം ചേച്ചി. നിങ്ങൾ ഓൾറെഡി ഒരു ചായ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. ഒരു ബ്ലാക്ക് ചായയും ഒരു വൈറ്റ് ചായയും ഞാൻ കുടിക്കാല്ലേ. സുരേഷ് എനിക്ക് സുരേഷ് സംഭവം നല്ല പഴംപൊരിയാ. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കിയാണോ ഉച്ചന് മുന്നേ ഉണ്ടാക്കിയാണോ? രാവിലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മളിതാ ഒരു ഈവനിങ് ടീ ഒക്കെ കുടിച്ച് പഴംപൊരിയും ടീയും ആയിരുന്നു കേട്ടോ. 3 ആളുണ്ടായിരുന്നു, 4 ടീ അവിടെ കൊണ്ടുവച്ച്. അപ്പം അതൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു എന്തായാലും. അപ്പം ഇനി എങ്ങോട്ടാ? ഇനി നമ്മൾ ഇതിൽ കൂടെ നടക്കാനുണ്ട് കുറച്ച്. ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് ചായ ഒക്കെ കുടിച്ച് എന്താ പറയാ എനർജി ഒക്കെ ആക്കിയിട്ട് അതെ ജയറാം മറ്റേ സിനിമ പറഞ്ഞാലേ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് തയ്യാറായി നിൽക്കാറ്. അന്നേരം വഴി 2 ആവും. അന്നേരം നിങ്ങൾ ഇടത്തേക്ക് തിരിയാട്ടോ. ഇടത്തേക്ക് ഡാമാണ്. ഡാമിന്റെ കെട്ട് കണ്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോ ഒരക്കുഴി എഴുതിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നോക്കി കല്ല് പതിച്ച റോഡ് കിടക്കുന്നത്. കല്ല് പതിച്ച റോഡ്. ചേച്ചിന്റെ പേരെന്താ? ഗവൺമെന്റ് ജോബാണോ? അല്ല, ഡെയിലി വേസ് ആണല്ലേ. ഓക്കെ. അപ്പൊ ദോസമ്മ ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് ഈ ടാറിട്ട റോഡിൽ പോയി കഴിഞ്ഞിട്ട് 2 റോഡാകുമ്പോ ലെഫ്റ്റിലേക്ക് ഇടത് ഭാഗത്തേക്ക് പോവാ. വിജനമായ റോഡിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ 4 മണി സമയമായി.
ഈ 4 മണി തന്നെ നമുക്ക് ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ഇതാ KSEBയുടെ ഓരോ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് അല്ലേ, ക്ലൈമറ്റ് സമയം വൈകുന്തോറും ഇങ്ങനെ നല്ല തണുപ്പ് കൂടി വരുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ 4 മണിക്ക് തന്നെ നോക്ക് നീ, ഉള്ളില് ഒരു ഇരുട് പോലത്തെ ഒരു അന്തരീക്ഷം, പിന്നെ അതേപോലെ നല്ല തണുപ്പ് അല്ലേ. വേറെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് മൊബൈൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 2 കണക്ഷൻ ഉണ്ട് എനിക്ക് ഇവിടെ ജിയോയും അതേപോലെ എയർടെലും, രണ്ടിനും സിഗ്നൽസ് ഇല്ല. നിങ്ങൾ ഏതാ കണക്ഷൻ? ഐഡിയക്കും കണക്ഷൻ. അപ്പൊ തീരുമാനമായി. നടന്നൊരു 1/2 കിലോമീറ്ററും കൂടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ആ ഡാമിന്റെ പ്രദേശവും ആ ഡാമിന്റെ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. അതാ നമ്മൾ ഡാമിലേക്കുള്ള ഏരോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡാം ലെഫ്റ്റിലേക്കാണ്. അതേമാതിരി ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ഉരക്കുഴി വാട്ടർഫോൾസ്. നേരെ മുമ്പിലേക്ക് സർജസ് ഷാഫ്റ്റ് എന്ന സംഭവമാണ്. അത് KSEBയുടെ അവരുടെ ഈ വൈദ്യുതി ഉണ്ടാക്കുന്നതിന്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മളിപ്പോ പോകേണ്ടത് ഈ ലെഫ്റ്റിലേക്കുള്ള വഴിയിലേക്കാട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ, തേനീച്ചൊക്കെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ. രക്ഷപ്പെട്ടു പോയി. കുത്ത് കിട്ടുന്ന പേടിച്ചു, പക്ഷെ കഴിച്ചിലായിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തുറന്നിട്ടിട്ടൊന്നുമില്ല. ഫുള്ളായിട്ട് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അവിടുന്ന് കയറി വരുമ്പോ പറഞ്ഞില്ലേ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ള, ഉരക്കുഴി വെള്ളച്ചാട്ടം. അവിടെ കല്ല് പതിച്ച പാതേനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നല്ലോ ചേച്ചി. അതാണിത്. നമ്മളിപ്പം ഞാൻ ഈ ഒരു ഇങ്ങനത്തെ സംഭവം കണ്ടത് മീൻമുട്ടി വെള്ളച്ചാട്ടല്ലേ, മീൻമുട്ടി വയനാട്. അപ്പൊ അവിടെ പോയപ്പോ ഇതേപോലെ തന്നെ ഈ കരിങ്കല്ല് പതിച്ച പാതയായിരുന്നു. ഇതിൽ കൂടെ പോയി നോക്കാം നമുക്ക് വെള്ളച്ചാട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഉള്ളത്. ഒരു 100-200 മീറ്ററോളം നടന്നിട്ടുണ്ട്. ഈ കല്ലിട്ട പാതയിൽ കൂടിയാണ് നടന്നത്. അപ്പൊ നമ്മളതാ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ലൊരു അടിപൊളി തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു. തൂക്കുപാലൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷെ ഇവിടേക്ക് നമ്മളിപ്പോ വരുന്ന വഴി ആളുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല അടിപൊളി വ്യൂ ആണെന്നാ പറയുന്നത്. നമുക്കത് പോയി നോക്കണ്ടായിരുന്നു. ആ വ്യൂ ഒന്നും കിട്ടാം. തല ചുറ്റുണ്ടോ? പേരെന്താ? എന്റെ പേര് സലോമി തോമസ് കക്ക എന്ന് പറയും. ഒന്ന് ഈ ഡാമിന് ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയാം. ഇതാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയും. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ നമ്മൾ നിൽക്കുന്നു. നമ്മുടെ വീട്ടിലെ ഉരലില്ലേ, അതുപോലത്തെ പൊത്തുകളാണ് താഴോട്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം ചാടി കംപ്ലീറ്റ് പാറയ്ക്ക് താഴോട്ടെല്ലാം ഉരല് പോലെ പൊത്തുള്ളതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ. ഈ വെള്ളത്തിന് പ്രത്യേകമുണ്ട്. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ നേരെയല്ല പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരല് പോലെ പൊത്തിക്കൂടെ എല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്നത്. അതിന് ഉദാഹരണം മാത്രമാണ് ആ വളവിന്റെ അവിടെ ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം പതവല വീഴുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴോട്ട് വീണു പോയാൽ പോയ ആള് പോയി, കൂടെ വന്ന ഇയാൾ തിരിച്ചു പോയിക്കോളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇങ്ങനെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ ഇതുവരെയും ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടില്ല. അതുകൊണ്ടാണ് പബ്ലിസിറ്റി കുറവ്. നിങ്ങളെപ്പോൾ ആൾക്കാർ വന്ന് കണ്ടുപോയി പറഞ്ഞ് ജനം വരും. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കുന്ന എഞ്ചിയംകുളം വിദ്യാർത്ഥി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം എന്ന് അറിയപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു. മനോരമയുടെ ഫീച്ചറിൽ രാജന്റെ ബോഡി പഞ്ചസാരത്തിൽ കത്തിച്ച പാറ കാണിക്കുന്ന ഈ പാറയാണ്. ഇതെല്ലാം കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, സത്യം നമുക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്തണമെങ്കിൽ കരിയാത്തുംപാറ എന്ന സ്ഥലമുണ്ട്. ആ കരിയാത്തുംപാറ 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ വേനൽക്കാലത്ത് ട്രെക്കിംഗ് ആയിട്ട് അതിസാഹസികമായ രീതിയിൽ കയറി വന്നാൽ മാത്രമേ ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴോട്ടേക്ക് പതിക്കുന്നത് കാണത്തില്ല. നമ്മുടെ പറമ്പെല്ലാം നനയ്ക്കാൻ നേരത്തെ ഓസിന്റെ സ്പ്രിംഗ്ലർ വെക്കുന്ന പോലെ 4 സൈഡിലേക്കും ചീറ്റിൽ മാത്രം അത്രേ കാണുള്ളൂ അല്ലേ. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 5 മണി വരെ മാത്രമേ വിനോദസഞ്ചാരികളെ അനുവദിക്കുള്ളൂ. ഇവിടെ കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല. കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സമയം കഴിഞ്ഞ് കൊറോണേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ മഴക്കാലത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെള്ളമായിരിക്കും. അപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടം പുറത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് മാത്രമാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഗൈഡ് സലോമി ചേട്ടൻ്റെ മുമ്പര ഒരു ധൈര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത് കാണാൻ പറ്റി. അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഇത്. എന്തായാലും നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ ഇത് നമ്മുടെ കാലിക്കറ്റ് തന്നെ ഇത്രയും നല്ല മനോഹരമായ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മളിതൊക്കെ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. ഇത് പറ്റിയ സമയമാണ്. ഇത് മഴക്കാലം കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് അധികം പാറയിൽ സ്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഈ കക്കയം ഡാമിൻ്റെ പരിസരങ്ങളും അതുപോലെ ഉരക്കുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയും ഡീറ്റെയിൽസും വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. ഞാനിവിടെ